നമസ്കാരം. ട്രിവാൻഡ്രം LD കഴിഞ്ഞല്ലോ. അതിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്. രണ്ട് സബ്ജക്റ്റുകളുണ്ട്, ദ ടൂറിസ്റ്റ് ഗൈഡ് ആൻഡ് ദ ടൂറിസ്റ്റ്സ് എന്നുള്ളത്. എന്ത് വെച്ച് കമ്പൈൻ ചെയ്തിരിക്കുന്നു? അലോങ് വിത്ത് വെച്ച് കമ്പൈൻ ചെയ്തിരിക്കുന്നു. അലോങ് വിത്ത് വെച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിത്ത് വെച്ചൊക്കെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സബ്ജക്റ്റുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സബ്ജക്റ്റ് ഏതാണ്? ദ ടൂറിസ്റ്റ് ഗൈഡ് ആണ്. സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ സിംഗുലർ വെർബ് എടുക്കണം. സിംഗുലർ വെർബ് താഴെയുള്ളതിൽ ഏതേ ഉള്ളൂ? ഹാസ് ആണ്. സോ ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഹാസ് അറൈവ്ഡ്. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ ടാഗ് ആണ്, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ലെറ്റസ് ആണ് അല്ലേ? സോ ഷോൾ വി. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, ഷോൾ വി. അടുത്തത് ചേഞ്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹി സേസ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. തന്നിരിക്കുന്ന റിപ്പോർട്ടിംഗ് വെർബ് സേസ് ആണ്. സേസ് എന്നുള്ളത് സിമ്പിൾ പ്രസന്റിലാണ് തന്നിരിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ റിപ്പോർട്ടിംഗ് വെർബ് തന്നാൽ ഡയറക്റ്റ് സ്പീച്ചിൽ ഏത് ടെൻസ് ആണോ വരുന്നത് അതേ ടെൻസ് തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചിലും വരണം. അതാണ് റൂള്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ നോക്കാം. ഹി സെഡ് പറ്റുമോ? പറ്റില്ല. കാരണം സേസ് എന്നുള്ളതാണ് റിപ്പോർട്ടിംഗ് വെർബ്, അത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അടുത്ത ഓപ്ഷൻ നോക്കാം. ഹി സേസ് ദാറ്റ് ഹി വാസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. സേസ് തന്നിട്ടുണ്ട്, പക്ഷേ ദാറ്റ് കഴിഞ്ഞ് ഹി വാസ് അറ്റൻഡിങ് എ ട്രെയിനിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടെൻസ് മാറ്റിയിരിക്കണു. പ്രസന്റ് കണ്ടിന്യൂസ് എന്നുള്ളത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. അതല്ല, തെറ്റാണ്. അടുത്ത ഹി സെഡ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. സെഡ് എന്ന് തന്നിരിക്കുന്നു, പറ്റില്ല. അടുത്ത ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഹി സേസ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. റിപ്പോർട്ടിംഗ് വെർബ് അതുപോലെ തന്നിട്ടുണ്ട്, ദാറ്റ് ചേർത്തിരിക്കുന്നു. സ്റ്റേറ്റ്മെന്റിന് ശേഷം ദാറ്റ് ചേർക്കണമെന്നാണ്. പിന്നെ ഐ എന്നുള്ള പ്രൊനൗൺ മാറി ഈ ഐ കറക്റ്റ് ആണ്. ഈസ് അറ്റൻഡിങ് എന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഹി സേസ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ്. അടുത്ത ഇഫ് ക്ലോസ് ആണ്. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ. ഇഫ് ക്ലോസിൽ ഹാഡ് സിമ്പിൾ പാസ്റ്റ് ആയി വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്തുപയോഗിക്കണം? വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് പ്ലസ് V1 അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏതാണ്? വുഡ് ഹെൽപ്പ് ആണ്. വുഡ് ഹെൽപ്പ് ആണ് ശരിയായ ആൻസർ. അടുത്ത ചോദ്യം, ദ ഡോൾ ബിലോങ്സ് ഡാഷ് ദ ചൈൽഡ്. എളുപ്പമാണ്, ബിലോങ്സ് ടു. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ്. ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ്? പ്രൊപ്രൈറ്റി ആണ് അല്ലേ? IETY ആണ് പ്രൊപ്രൈറ്റി. അടുത്ത ചോദ്യം, ദി ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ്. ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കത്തിന് കാരണമായ എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ അർത്ഥം വരുന്ന സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ദ ഡാഷ് ഓഫ് വൂൾസ് ഹൗൾഡ് അറ്റ് ദ മൂൺ. പാക്ക് ഓഫ് വൂൾസ് ആണ്. പാക്ക് ഓഫ് ഡോഗ്സ്, പാക്ക് ഓഫ് വൂൾസ് എന്നൊക്കെയാണ് പറയുക. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ സിനണിം ഓഫ് അമെൻമെന്റ്. അറിയാമല്ലേ, അമെൻമെന്റ് മോഡിഫിക്കേഷൻ ആണ്. അടുത്തത്, ഐഡന്റിഫൈ ദി ആന്റണിം ഓഫ് ഡെഫിസിറ്റ്. അതിൻ്റെ ആന്റണിം എന്ന് പറയുന്നത് സർപ്ലസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.